കേരളത്തിലെ സുഡാപ്പികളുടെ പണം പിൻപറ്റുന്ന മാപ്രകൾക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോബൽ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് കരയുകയും മണ്ണ് വാരി തിന്നുകയും ചെയ്യുന്ന കേരളത്തിലെ സുഡാപ്പികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇൻഡെക്സുകളെല്ലാം ഇന്ത്യയെ പാകിസ്ഥാനെക്കാട്ടിലും പല കാര്യങ്ങളിലും, അത് ചിലപ്പോൾ ബിഷപ്പിന്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ സന്തോഷ സൂചികയുടെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കാര്യങ്ങളായിരിക്കാം, ഇതിലെല്ലാം പാകിസ്ഥാനാണ് മുന്നിൽ. അങ്ങനെയുള്ള പാകിസ്ഥാൻ മുന്നിലും ഇന്ത്യ പിന്നിലുമായിരിക്കുന്ന സാഹചര്യത്തിൽ സന്തോഷിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷിക്കാൻ മറ്റൊരു വക കൂടെയുണ്ട്. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻ ഖാന് ഒരു നോബൽ സമ്മാനം കിട്ടിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ അതെങ്ങനെ കിട്ടും എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും. കാരണം പാകിസ്ഥാനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ചിത്രം മനസ്സിലുണ്ടല്ലോ. ഇന്ത്യയാണ് ജീവിക്കാൻ ഏറ്റവും സുഖം എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് സംഘികൾ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിന് പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ മുറവിളി കൂട്ടുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇമ്രാൻ ഖാന് ഒരു നോബൽ സമ്മാനം കിട്ടാനുള്ളൊരു വകുപ്പ് ഉയർന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോബൽ സമ്മാനം കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ കയറ് പൊട്ടിക്കാറുണ്ട്. എന്നാൽ ഇമ്രാൻ ഖാന് ഇനി അവിടെ ബോംബ് പൊട്ടിച്ചതിനാണോ നോബൽ സമ്മാനം കൊടുക്കുക എന്നറിയില്ല. അങ്ങനൊരു സംഭവം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഇമ്രാൻ ഖാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിലിൽ കഴിയുകയാണ് പാവം ഇമ്രാൻ ഖാൻ. ഇപ്പോൾ അവിടെ കലാപം നടത്താനുള്ളൊരു ശ്രമം ഇമ്രാൻ ഖാന്റെ പാർട്ടി ഒരു ഭാഗത്തൂടെ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇമ്രാൻ ഖാൻ ജയിലിൽ കഴിയുന്നത്. അത് അഴിമതി കേസിനാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അവിടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടതും ടെററിസത്തെ എക്സ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള ധാരാളം ആരോപണങ്ങളും കേസുകളും തെളിയിക്കപ്പെട്ടതുമെല്ലാം ഇമ്രാൻ ഖാന്റെ പക്കലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സമാധാനത്തിനുള്ള നോബൽ ഇമ്രാൻ ഖാൻ കൊടുക്കാനായി ഇപ്പോൾ നാമനിർദ്ദേശ പട്ടിക വന്നിരിക്കുന്നത്. എന്തായാലും ഇമ്രാൻ ഖാന് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന്റെ നാമനിർദ്ദേശം നൽകാനുള്ള ഒരുക്കങ്ങൾ മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പാകിസ്ഥാൻ വേൾഡ് അലയൻസ് PWA, നോർവീജിയൻ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സെൻട്രം എന്നിവർ ഇമ്രാനെ അവാർഡിന് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് വിശ്വാസം വരാത്തത് കൊണ്ടാണ് ഒന്നുകൂടെ പറയാത്തത്. മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും നൽകിയ സംഭാവന എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് കാണുന്ന സുഡാപ്പികളുടെയൊക്കെ വാ തുറന്നു പോയിട്ടുണ്ടായിരിക്കാം. ഒന്ന് അടച്ചു പിടിച്ചാൽ സന്തോഷം. ഇമ്രാൻ ഖാന്റെ പേര് പാകിസ്ഥാൻ വേൾഡ് അലയൻസ് ഒരു അഭിഭാഷക ഗ്രൂപ്പാണ് അവരാണ് നിർദ്ദേശിച്ചത്. ഇത് 2023 ഡിസംബറിൽ സ്ഥാപിതമായി. ഈ സംഘടന നോർവീജിയൻ രാഷ്ട്രീയ പാർട്ടിയായ സെൻട്രലുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കേന്ദ്ര പാർട്ടി അവാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളിലും ജനാധിപത്യത്തിലും ഇമ്രാൻ ഖാന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തത് എന്നാണ് പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സമാധാനത്തിനുള്ള നോബലിനായി മുൻപും ഈ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്, നാമനിർദ്ദേശം വന്നിട്ടുണ്ട്. ദക്ഷിണേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഇമ്രാൻ ഖാന് മുൻപ് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ഈ ദക്ഷിണേഷ്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകൾ പുറത്തേക്ക് പഠിച്ചിറങ്ങുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടെററിസത്തിൻ്റെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ടെററിസത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇമ്രാൻ ഖാൻ പ്രധാനമന്ത്രിയായി കയറിയപ്പോഴാണ് പാകിസ്ഥാൻ വലിയ തകർച്ചയിലേക്ക് പോകുന്നത്. ഇന്ത്യ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തുന്നതൊക്കെ ആ സമയത്താണ്. എന്തായാലും അങ്ങനെ തകർച്ചയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ടെററിസവും വീക്കായി. അതുകൊണ്ടാണോ ഇനി സമാധാനത്തിനുള്ള നോബൽ ഇദ്ദേഹത്തിന് കൊടുക്കാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. തന്നെയായിരുന്നാലും 2019 ഇദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബലിനായി അന്നത്തെ ആൾക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നത്. ഈ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് എല്ലാ വർഷവും 100 കണക്കിന് നോമിനേഷനുകളാണ് ലഭിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നീട് 8 മാസം നീണ്ടുനിന്ന പ്രക്രിയയ്ക്ക് ശേഷമാണ് വിജയിയെ തീരുമാനിക്കുന്നത്. ഒക്ടോബറിൽ അവാർഡ് പ്രഖ്യാപിക്കുകയും 2025 ഡിസംബറിൽ അവാർഡ് സമ്മാനിക്കുകയും ചെയ്യും. എന്തായാലും കാത്തിരുന്ന് കാണാം ഇമ്രാൻ ഖാന് സമാധാനത്തിനുള്ള നോബൽ കിട്ടുമോ ഇല്ലയോ എന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.